ആണ് നേരിട്ട് എന്ന് പറയും. ഞാൻ ഇങ്ങനെയൊക്കെ കൊച്ചുമോള് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഗൈസ്, നമ്മൾ എവിടേക്കാ പോകുന്നേ? ബിഗ് ബോസ്. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ്. അല്പനേരത്തിനുള്ളിൽ ട്രെയിൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലാലേട്ടനെ കാണാൻ ഒരു ചാൻസ് കിട്ടി, അതുപോലെ ബിഗ് ബോസ് പോകാൻ ചാൻസ് കിട്ടി. അവിടെ പോയിട്ട് ഓഡിയൻസായിട്ട് ഇങ്ങനെ കൈയടിക്കാൻ. നാളെയാണ് നമുക്ക് ഷൂട്ട് ഉണ്ടാവുക. നാളെ 9 മണി to 6 മണി ഷൂട്ട് ഉണ്ടാവും. ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. 3 പേരുണ്ട് ഇവിടെ. ലാലേട്ടൻ ഞങ്ങളെ 3 പേര് നേരിച്ചു. എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് തേടി പോവാണ്. ഓക്കെ, ബൈ. നമുക്ക് ഇനി ട്രെയിനിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം തന്നെ വിട്ടതിൻ്റെ സന്തോഷത്തിൽ, അതും ഞങ്ങൾ ജനറൽ ടിക്കറ്റിലാണ് കയറിപ്പോയത്. കൺഫേം ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ കുറേ ഡാൻസ് കളിച്ച് തിമിർത്തും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രെയിൻ വന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ചെന്നൈ സെൻട്രലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി 3 പേരും മുകളിൽ നല്ല സീറ്റെല്ലാം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. ഞങ്ങൾ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു താഴെ ഇരിക്കരുത് എന്ന്. കാരണം താഴെ ഇരുന്ന് കഴിഞ്ഞാൽ തിരക്കെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ആകും ഉന്തും തള്ളൊക്കെ ആയിരിക്കും. മുകളിലാവുമ്പോൾ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ മുകളിലിരുന്നു. പിന്നെ തലയിൽ കെട്ടണ ബന്ധാന കണ്ണിൽ കെട്ടിയിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഗൈസ്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ച് നല്ല ചില്ല് ചെയ്തിരുന്നു. കുറേ ലേസും പിന്നെ വീട്ടിൽ ഞങ്ങൾ വെജ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അങ്ങനെ കുറേ നേരം കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ശരിക്കും 10-11 മണിക്കൂർ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ഭയങ്കര ബോറായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും കഥയെല്ലാം പറഞ്ഞ് നല്ല ചില്ലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കൃത്യം 5:30 ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേസ്. എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് അവിടെ ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്, അങ്ങോട്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ അവർ 6:20 സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ്. അത് എന്ത് കണക്കാന്ന് ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വിചാരിച്ച് ഞങ്ങൾ 6:20 വരെ വെയിറ്റ് ചെയ്തു. കുറച്ച് മൂട്ട് ശല്യം ഉണ്ടെങ്കിലും നല്ല ക്ലീൻ റൂമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തു, പിന്നെ ഫ്രഷായി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ആദ്യം ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 9 മണിക്കായിരുന്നു, പിന്നെ അത് 12:30 മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ക്യാബെല്ലാം വിളിച്ച് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാൻ തുടങ്ങി. EVP ഫിലിം സിറ്റിയിലാണ് ഷൂട്ടെല്ലാം നടക്കുന്നത്. പക്ഷെ ഇപ്പം അതിൻ്റെ പേര് മാറ്റി വെൽസ് കൺവെൻഷൻ സെൻറ്റർ അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ട്. പിന്നെ ചെന്നൈത്തെ ട്രാഫിക്കിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരു 1.5-1.25 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. എക്സൈറ്റഡ് ആണോ? റിയൽ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇവിടെ കലപില ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ക്യാബിൽ പാട്ട് വെച്ചത് കാരണം ആ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, വോയിസ് ഓവർ കൊടുത്തേ പറ്റൂ. സോ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. 2 മണി to 5 മണിയാണ് ഫസ്റ്റ് ഷൂട്ട് എന്ന് വെച്ചാൽ സാറ്റർഡേത്തെ ഷൂട്ട്. അത് കഴിഞ്ഞ് 5:30 to 9 വരെയായിരുന്നു സൺഡേത്തെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ്. നമ്മുടെ എല്ലാം കണ്ടസ്റ്റൻസ് എല്ലാം ഉള്ള ഹൗസ് ഇതാണ്. പിന്നെ അവർ നമ്മുടെ നെയിമും ഡീറ്റെയിൽസും എല്ലാം എഴുതി വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടാഗും കിട്ടി. ആ ടാഗ് ഉള്ളവർക്ക് മാത്രമാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ, ബാഗ്, ഈവൻ സ്മാർട്ട് വാച്ച് പോലും അലൗഡ് അല്ല. അപ്പം നമ്മളതെല്ലാം പുറത്തേക്ക് കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ലാവിഷ് ഫുഡായിരുന്നു, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ലാലേട്ടനെ കണ്ടു. ഞാൻ ലാലേട്ടനെ സെക്കൻഡ് ടൈമായിരുന്നു കാണുന്നത്. അത് കഴിഞ്ഞ് 5 to 5:30 ടീ ബ്രേക്ക് ആയിരുന്നു. പിന്നെ നമ്മുടെ സൺഡേത്തെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ആയി. അവിടുന്ന് ഡിന്നറും ഉണ്ടായിരുന്നു. അതും കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ട്രെയിനിൽ നേരെ തിരിച്ച് വടക്കാഞ്ചേരിയിലേക്ക്. ആൻഡ് ഈ ട്രെയിനിൽ നമുക്ക് കൺഫേം ടിക്കറ്റ് ഇല്ല. ഇതിൽ നമ്മൾ ജനറൽ ടിക്കറ്റിൽ വലിഞ്ഞു കയറിയാണ് പോയത്. എൻ്റെ ഡ്രസ്സ് ഞാൻ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ഡോർമെറ്ററിയിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, കൺഫേം ടിക്കറ്റ് എടുത്ത് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ റെയിൽവേൻ്റെ തന്നെ റിട്ടയറിംഗ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതെടുക്കാം. ഞങ്ങൾക്ക് കൺഫേം ടിക്കറ്റ് അല്ലാത്തതുകൊണ്ടാണ് റെയിൽവേൻ്റെ തന്നെ ഡോർമെറ്ററി കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഡയറക്റ്റ് ട്രെയിൻ മിസ്സായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ചേഞ്ച് കാരണം മിസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഈ റോഡിലേക്ക് ഒരു ട്രെയിൻ കയറി. എന്നിട്ട് അവിടെ ചെന്നിറങ്ങി ഒരു 1 hour കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വടക്കാഞ്ചേരിക്ക് നെക്സ്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ കയറിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വടക്കാഞ്ചേരി എത്തിയത്. അങ്ങനെ മൊത്തത്തിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ
തന്നെ ഇത്രയും ദൂരം, അതും പുതിയ പുതിയ സ്ഥലങ്ങൾ, ഈറോഡ് പോയി ഇറങ്ങുക, അവിടുന്ന് വേറെ ട്രെയിൻ കയറുക, കുറേ എക്സ്പീരിയൻസ് ഉണ്ടായി. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബിഗ് ബോസ് ട്രിപ്പ് കാരണം ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.